إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം നമ്മെ എല്ലാം പൊതിയുകയും അതുവഴി സ്വർഗത്തിലേക്ക് കടക്കുകയും ചെയ്യുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് പറയുകയുണ്ടായി, 70,000 ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന്. അവരുടെ വീഴ്ചകളോ പോരായ്മകളോ അല്ലെങ്കിൽ നന്മകളോ അതൊന്നും പരിശോധിക്കാതെ, ഒരു ചോദ്യവുമില്ലാതെ നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന 70,000 ആളുകളെ കുറിച്ച് പറയുകയുണ്ടായി. റസൂൽ അതിനുശേഷം അവിടെ നിന്നും മാറിയപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ ചർച്ച ചെയ്തു, അതാരായിരിക്കും? റസൂലിനോടൊക്കെ ജീവിച്ച നമ്മളായിരിക്കുമോ? മറ്റു ചില അഭിപ്രായങ്ങൾ വന്നു.
അത് ഒന്നുമായിരിക്കില്ല. റസൂലുള്ളാഹിക്കും ശേഷം ഒരുപാട് കാലങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹിയെ കാണാത്ത, ഈ വഹി ഇറങ്ങുന്ന ഒന്നും നേരിട്ട് കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, എന്നാൽ റസൂലുള്ളാഹിയുടെ വഹീനെ പിൻപറ്റി ജീവിക്കുന്ന ഒരു ജനവിഭാഗം ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി അവിടെ കയറി വരികയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിചാരണ കൂടാതെ കടന്നു പോകുന്ന ആളുകളെ സംബന്ധിച്ച് വിശദീകരിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജ്യോത്സ്യനെ സമീപിക്കാത്തവരാണ്. അതല്ലെങ്കിൽ ഈ ചൂട് വെക്കുന്ന പോലെയുള്ള അന്നത്തെ ജാഹിലിയത്തിലുണ്ടായിരുന്ന ചില ശിർക്കൻ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ട് പറഞ്ഞു, കറകളഞ്ഞ തൗഹീദുള്ള ആളുകളായിരിക്കും അവർ എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശദീകരിക്കുന്ന സമയത്ത് ഒരു സഹാബി പെട്ടെന്ന് എഴുന്നേറ്റ് റസൂലുള്ളാഹിയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, താങ്കൾ അതിൽ പെട്ടു, താങ്കൾ ആ കൂട്ടത്തിൽ പെട്ടു. ഇത് കേട്ട് മറ്റൊരു സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, റസൂലേ, എന്നെയും ആ വിചാരണ കൂടാതെ കടന്നു പോകുന്നവർ ഉൾപ്പെടാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, സബഖക ബിഹാദാ ഉക്കാശ. ഉക്കാശ, ആ സ്വഹാബിയുടെ ആദ്യം എഴുന്നേറ്റ് സംസാരിച്ച പറഞ്ഞ സ്വഹാബി ഉക്കാശയായി. ആ വിഷയത്തിൽ ഉക്കാശ താങ്കളെ മുൻകടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾക്ക് മാത്രമായിരുന്നു ആ ഒരു ചാൻസ്. അത് ഉക്കാശ ഉപയോഗപ്പെടുത്തി. പിന്നീട് ഒരാൾക്കും ആ ഒരു തൗഫീഖ് അവിടെ ഇല്ല. അവർ ഉൾപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഉൾപ്പെടുമോ ഇല്ലയോ എന്നുള്ളതുമല്ല. അവിടെ ഉക്കാശി റളിയല്ലാഹു അൻഹുവിന്റെ മാനസികാവസ്ഥ ആലോചിക്കുക. അദ്ദേഹം ഒരു തൗഫീഖാണ്, അത് പറയാനുള്ള അവസരം കിട്ടി. അദ്ദേഹം അത് ആദ്യം തന്നെ എഴുന്നേറ്റ് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താങ്കൾ അതിൽ ഉൾപ്പെട്ടവനാണെന്ന് പറയുകയും ചെയ്തു. സത്യത്തിൽ ഇങ്ങനെയുള്ള ചില അവസരങ്ങൾ, ചില തൗഫീഖുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നൽകും. അതിനെ മുൻകടന്ന് അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളിടത്താണ് വിജയം. അതിന് സത്യത്തിൽ നമ്മൾ അത്തരം ഒരു മാനസികാവസ്ഥയിലേക്കും ചിന്താഗതിയിലേക്കും നമ്മൾ മാറിയേ പറ്റും. മാറ്റം അനിവാര്യമാണ്. അത്തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും യഥാർത്ഥത്തിൽ നമ്മളെ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്കും, അതല്ലെങ്കിൽ സ്വർഗം ലഭിക്കണം, അത് നേടിയെടുക്കണം, അതൊരു നിസാരമായ രൂപത്തിലുള്ള സ്വർഗമല്ല, ഉന്നത തലത്തിൽ തന്നെ, സ്വർഗത്തിന്റെ ഉന്നത തലത്തിൽ തന്നെ എത്തണം എന്ന ആ ഒരു ആത്മവിശ്വാസവും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിരിക്കും നമ്മളെ അങ്ങോട്ട് കൊണ്ടെത്തിക്കുക. അപ്പൊ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ആമുഖമായി ഓതി വെച്ച സൂറത്തുർ റഅദിലെ ഒരു വചനമുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വയം മാറ്റത്തിന് വിധേയമാകാത്ത ആരെയും അല്ലാഹു തആല ചെയ്യില്ല, മാറ്റുകയില്ല എന്നാണ്. മാറണമെന്നും നന്നാകണമെന്നും കൂടുതൽ പ്രവർത്തിക്കണമെന്നും അങ്ങനെ മുന്നേറണമെന്നും ഒക്കെയുള്ള ഒരു മാറ്റം നമ്മൾ സ്വയം തീരുമാനിച്ചെങ്കിൽ മാത്രമേ അതിലേക്കുള്ള വഴികൾ അള്ളാഹു നമുക്ക് തുറന്നിട്ട് തരികയുള്ളൂ എന്നുള്ളതാണ് ആ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഞാനിത് പറയാനുള്ള കാരണം, പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുവാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത്. അൽഹംദുലില്ലാ, റമദാനിനെ സ്വീകരിക്കുന്നതിന്റെ മുന്നോടിയായി നമ്മൾ ഇരിക്കുന്ന ഈ ഭവനമടക്കം ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. പെയിന്റിംഗ് പണികളും അതുപോലെ തന്നെ വൃത്തിയാക്കലുകളും മറ്റുമൊക്കെയായി സാധാരണയിൽ നിന്നൊന്ന് വ്യത്യസ്തമായ രൂപത്തിൽ ഈ പള്ളി ഒരുങ്ങിക്കഴിഞ്ഞു. വീടകങ്ങളിലും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലായിരിക്കും രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മളൊക്കെ. ആഹാരങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നു. ഒരല്പസ്വല്പം വെടുപ്പും വൃത്തിയും ഒക്കെ നമ്മളുടെ വീടുകൾക്കും മറ്റുമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു. എല്ലാ രൂപത്തിലും ഭൗതികമായ പല ഒരുക്കങ്ങളും നമ്മൾ നടത്തുമ്പോഴും ആത്മീയമായ ഒരു ഒരുക്കം നമ്മൾ നടത്തിയിട്ടുണ്ടോ? മനസ്സുകൊണ്ടുള്ള ഒരു ഒരുക്കം നടത്തിയിട്ടുണ്ടോ? ഈ റമദാനിൽ എനിക്ക് എന്തെല്ലാം ചെയ്യണം,
എന്റെ സമയം എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തണം, ഏതെല്ലാം സമയങ്ങളിലാണ് എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്, ഓരോരുത്തർക്കും അവരവരുടെ ഒരു പ്ലാനിങ്ങും അത്തരത്തിലുള്ള ഒരു തീരുമാനവും നടത്തണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിന്റെ വരവിനെ കുറിച്ച്, ആഗതത്തെ കുറിച്ച് പറയുന്നത് പോലും കുറെ മാറ്റങ്ങൾ പ്രകൃതിയിൽ പോലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളിൽ പോലും പലതിനും പല മാറ്റങ്ങളും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെ നമുക്ക് കാണാം, ഇദാ ജാഅ റമളാൻ, റമളാൻ സമാഗതമായി കഴിഞ്ഞാൽ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടും. വഖുഫിദതി ശയാത്തീൻ, പിശാചുക്കളെ ബന്ധിക്കപ്പെടുകയും ചെയ്യും. കണ്ടോ? മറ്റൊരിടത്ത് ഫുത്തിഹത് അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നൊക്കെ നമുക്ക് കാണാം. ചില മാറ്റങ്ങൾ പ്രകൃതിയിൽ തന്നെ ഉണ്ടാകും. അതിനോടൊപ്പം നമ്മൾ മാറണമെന്നാണ് പറഞ്ഞു വരുന്നത്. നമ്മളുടെ ഹൃദയത്തിലും ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. അത് മാത്രവുമല്ല, ഇത്തരത്തിലുള്ള തിന്മ ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് കുറച്ചു തരികയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നന്മയിലേക്ക് മുൻകടക്കുവാനുള്ള ഒരുപാട് നന്മകൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നിട്ട് തരികയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ റമളാൻ മാസത്തിലെ ഓരോ രാത്രിയിലും ആകാശത്തു നിന്നും വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുമെന്നാണ്, യാ ബാഗിയൽ ഖൈർ, യാ ബാഗിയൽ ഖൈർ, അല്ലയോ നന്മ ആഗ്രഹിക്കുന്നവരെ, ഹലും, നിങ്ങൾ മുന്നേറുക, നിങ്ങൾ മുന്നോട്ട് വരിക. യാ ബാഗിയൽ ശർരി അഖ്സിദ്, തിന്മയുടെ ആളുകളെ, തിന്മ ചെയ്യുന്നവരെ, തിന്മ കൊതിക്കുന്നവരെ, നിങ്ങൾ അത് കുറയ്ക്കുക, അത് നിർത്തുക, നന്മയിലേക്ക് ഓടി വരിക. ഇതാണ് അവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നന്നാകുവാനും കൂടുതൽ പരിശുദ്ധി പ്രാപിക്കുവാനും കൂടുതൽ അതിലൂടെ സഞ്ചരിക്കുന്നതിനു വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ റമളാനിലെ നോമ്പിനെ അല്ലാഹു നിർബന്ധമാക്കി തന്നു. അല്ലാഹു തആല പരിശുദ്ധ ഹദീസിലൂടെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അതാകും റമളാനും ശഹ്റുൻ മുബാറകുൻ, ഒരു അനുഗ്രഹീതമായ ഒരു മാസം, റമളാൻ എന്ന ഒരു മാസം നിങ്ങളിലേക്ക് ഇതാ വന്നെത്തിയിരിക്കുന്നു. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, ആ ഒരു മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്ന നോമ്പാണ്. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ സമൂഹം, പ്രകൃതി നമ്മൾക്ക് മാറിക്കൊണ്ട്, നോമ്പ് നമ്മളിലേക്ക് വന്നുകൊണ്ട് ആ പരിശുദ്ധ റമളാൻ നമ്മളിലേക്ക് സമാഗതമാകുമ്പോ ഒരു ചിന്ത നമുക്ക് അനിവാര്യമാണ്. കഴിഞ്ഞ റമളാനുകൾ ഒത്തിരി കടന്നുപോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആകെ ലഭിച്ചത് 9 നോമ്പാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും 9 അല്ല, 9-ലധികം നോമ്പുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തിയത്? ഇനിയും അത്തരത്തിൽ അലസമായിട്ടാണ് കഴിഞ്ഞ റമളാനുകൾ കടന്നുപോയതെങ്കിൽ അങ്ങനെ പോയാൽ മതിയോ? വരാനിരിക്കുന്ന ഒരു റമളാനിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ള ആ ഒരു ചിന്ത, പ്രിയമുള്ളവരെ, ഇപ്പോഴേ നമുക്കുണ്ടാകണം. ഒരൊറ്റ നന്മയും നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും നമ്മളൊന്ന് ആലോചിക്കണം. ഒരു തിന്മയും ചെയ്യാതെ, ഒരു തിന്മയിലും അകപ്പെടാതെ എങ്ങനെ ഈ റമളാനിനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. അതിൽ നടത്തേണ്ട ഒന്നാമത്തെ തയ്യാറെടുപ്പ്, നോമ്പുകൾ ഖളാ വീട്ടാനുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ ശ്രദ്ധിക്കണം. നോമ്പ് എവിടെയെങ്കിലും നമുക്ക് ഫർളായ നോമ്പ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കേണ്ട സമയം ശഅബാൻ വരെയാണ്. ഈ ശഅബാൻ അവസാനിക്കുന്നതോടുകൂടി അല്ലാഹു തആല നിശ്ചയിച്ച ആ പൂർത്തിയാക്കേണ്ട സമയം അവസാനിക്കും. അതല്ലാത്ത ആളുകളുണ്ട്, ഫർളല്ലാത്ത നോമ്പുകൾ, അതല്ല ഫർള് നോമ്പ് പൂർത്തിയാക്കിയ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ. ആ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഓർമ്മപ്പെടുത്തിയതാണ്. അങ്ങനെ റമളാനിന് മുമ്പുള്ള ഈ ദിവസങ്ങൾ മാനസികമായും ശാരീരികമായുമുള്ള ഒരു ഒരുക്കത്തിന് വേണ്ടി നമ്മൾ എടുക്കണം. നോമ്പെടുക്കണം, ഖുർആൻ പാരായണം നടത്തണം. അങ്ങനെയുള്ള ഒരു ഒരുക്കമാക്കി എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ മാറ്റണമെന്ന്
നമ്മൾ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ശഅബാൻ മാസം ഇനിയും അവസാനിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പെടുക്കുവാൻ വേണ്ടി നമ്മളോട് കൂടുതൽ കൽപ്പിക്കുകയും നോമ്പ് കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ ഒരു നോമ്പും അനുഷ്ഠിക്കാത്ത 15 ദിവസങ്ങളാണ് കഴിഞ്ഞു പോയിട്ടുള്ളെങ്കിൽ പിന്നീട് അവൻ നോമ്പ് അനുഷ്ഠിക്കുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നില്ല. ഒരു നോമ്പും അനുഷ്ഠിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഇദൻ തസഫ ശഅബാനു ഫലാ തസ്ഉമു, ശഅബാൻ പകുതി പിന്നിട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത് എന്നുള്ളതാണ്. അത് നേരത്തെ നോമ്പ് അനുഷ്ഠിച്ചു തുടങ്ങിയവർക്ക് ബാധകമല്ല. തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്നവർക്ക് അത് ബാധകമല്ല. ഒന്നിടവിട്ട് നോമ്പെടുക്കുന്നവർക്കും ഈ പറയപ്പെട്ട നിയമം ബാധകമല്ല. അതല്ലാതെ ഇതുവരെയും നോമ്പെടുക്കാത്ത ആളുകൾ ഇനി നോമ്പെടുക്കണ്ട എന്ന രൂപത്തിലാണ് ആ ഹദീസിനെ വിശദീകരിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രവുമല്ല, റമദാനിന്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ പ്രത്യേകിച്ചും നോമ്പെടുക്കാൻ പാടില്ല എന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. സ്ഥിരമായി നോമ്പെടുക്കുന്നവരൊഴികെ. സ്ഥിരമായി നോമ്പെടുക്കുന്നവർ അങ്ങനെ ആ എടുത്തു വരുന്ന ശൈലി അനുസരിച്ച് ഒന്നിടവിട്ട് വരുന്ന ആളുകൾക്ക് ചിലപ്പോൾ എടുക്കേണ്ടി വരും. അതല്ലാത്ത ഒരാൾ എന്ത് ചെയ്യേണ്ട, പുതുതായിട്ട് റമദാന്റെ തൊട്ട് മുമ്പുള്ള 2-3 ദിവസമൊന്നും നോമ്പെടുക്കാൻ നിൽക്കരുത്, നോമ്പെടുക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 2, പാപക്കറകൾ കഴുകിക്കളഞ്ഞ് പരിശുദ്ധമായിട്ട് റമദാനിലേക്ക് പ്രവേശിച്ചൂടെ? നമുക്ക് റമദാനിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പാപക്കറകളൊക്കെ കഴുകി പരിശുദ്ധമാക്കുക എന്നതിനും അപ്പുറം പരിശുദ്ധമായ ഒരു ശരീരവുമായി, പരിശുദ്ധമായ ഒരു മനസ്സുമായി, പാപങ്ങളിൽ നിന്നെല്ലാം ശുദ്ധി നേടിയ ഒരു മനസ്സുമായി റമദാനിലേക്ക് കടന്നു പോകാൻ എന്തുകൊണ്ട് നമുക്ക് സാധിച്ചൂടാ? അങ്ങനെ ഒരു പ്രവേശനം നമ്മൾ സാധ്യമാക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് പിന്നെ ഒരു മാനസികമായ ഒരു ശുദ്ധി ഏതൊരു പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനമാണല്ലോ. ആ ശുദ്ധി കൈവരിക്കാൻ നമുക്ക് കഴിയണം. അതിന് തൗബ ചെയ്യണം. നമ്മൾ അള്ളാഹുവിനോട് നിറകണ്ണുകളോടെ കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. മുൻകാലങ്ങളിൽ, മുൻ ദിവസങ്ങളിൽ, മുൻ വർഷങ്ങളിലൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്, ചെയ്തു പോയിട്ടുണ്ട്. റബ്ബേ, മുഴുവൻ സമ്മതിക്കുന്നു, എല്ലാം അറിയുന്ന റബ്ബേ, നീ പൊറുക്കണം. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി ധാരാളമായി കൊണ്ട് പറയണം. അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു, പാപങ്ങളിൽ നിന്നും ഖേദിച്ചു മടങ്ങിയവൻ പാപങ്ങളില്ലാത്തവനെ പോലെയാണ്. പാപങ്ങളിൽ നിന്ന് ഖേദിച്ചു മടങ്ങിയവൻ പാപങ്ങളില്ലാത്തവനെ പോലെയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, പാപമോചനം നടത്തുന്ന, തൗബ നടത്തുന്ന, ഖേദിച്ചു നടത്തുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അത്തരത്തിൽ ശുദ്ധീകരണം നടത്തുന്ന, ശുദ്ധിയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം നേടിയെടുത്തിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് എന്താ പ്രയാസം? അത് നമ്മൾ ശ്രദ്ധിക്കണം. റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഗൗരവപ്പെട്ട മറ്റൊരു വിഷയം, മുറിഞ്ഞുപോയ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ വിളക്കി ചേർക്കണം. മുറിഞ്ഞ ബന്ധങ്ങളുമായി റമദാനിലേക്ക് പ്രവേശിച്ചാൽ അതൊരു പക്ഷേ നമ്മൾ എടുക്കുന്ന വെറും ഒരു വിശപ്പ് മാത്രമായി, അല്ലെങ്കിൽ ആഹാരം ഉപേക്ഷിക്കുന്ന ഒരു കർമ്മം മാത്രമായി മാറും. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ള പുണ്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ലഭിച്ചുകൊള്ളണമെന്നില്ല. അമലുകൾ മുകളിലേക്ക് ഉയർത്തപ്പെടൂല. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് വിളക്കി ചേർക്കാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം. നമ്മളുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മകളാണെങ്കിൽ അത് നിർബന്ധമായും അത് പരിഹരിച്ച് പരസ്പരം കുടുംബ ബന്ധം വിളക്കി ചേർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൻ വസലകി വസൽതുഹു വമൻ ഖതഅകി ഖതഅതുഹു. കുടുംബ ബന്ധം, അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയാണ്, ആര് നിന്നോട് ബന്ധം ചേർത്തുവോ അവനോട് ഞാൻ ബന്ധം ചേർക്കും. കുടുംബ ബന്ധത്തെ കുറിച്ച് പറയാണ്. കുടുംബ ബന്ധം ആര് ചേർക്കുന്നോ അവനോട് അല്ലാഹുവിന് ബന്ധമുണ്ട്. കുടുംബ ബന്ധം ആര് മുറിക്കുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവനുമായുള്ള ബന്ധം അല്ലാഹു മുറിക്കും. പിന്നെ എന്തിനാണ് ഇവിടെ കഷ്ടപ്പെടുന്നത്? പിന്നെ ഈ അമലുകളുടെ പിറകെ പോയിട്ട് എന്താ കാര്യം? പട്ടിണി കിടന്നിട്ട് എന്താ കാര്യം? ഖുർആൻ ഓതിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് സമയമുണ്ട്. അല്ലാഹു ആയുസ് നൽകുകയാണെങ്കിൽ ഇന്ന് തന്നെ അത് ചെയ്യണം. അത്തരം വിഷയങ്ങളിൽ എന്തെങ്കിലും
പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കണം. അതല്ലെങ്കിൽ സ്വർഗപ്രവേശനം പോലും സാധ്യമല്ല. കുടുംബ ബന്ധം മുറിക്കുന്നവൻ പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചിന്തിക്കുക പ്രിയമുള്ളവരെ, അത്തരം ചില വിഷയങ്ങളിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ നമ്മൾ പോകണം. അവരെ പോയി കാണണം, കാണാൻ പറ്റുന്നവരാണെങ്കിൽ. അതല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് പറയേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ഫോണിൽ വിളിച്ച് സംസാരിക്കണം. അത് എല്ലാ രൂപത്തിലും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ഒളിച്ചിലാണോ സംഭവിച്ചത്, നിർബന്ധമായും ഒന്നാമതായിട്ട് പരിഹരിക്കേണ്ടത് അതാണ്. അതുമല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലുള്ള അംഗങ്ങളുമായിട്ടാണോ, അതൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ ഗൗരവത്തിൽ കാണുകയും പരിഹരിക്കുകയും ചെയ്യണം. അവിടെയൊക്കെ പരിഹരിക്കേണ്ട മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. കാരണം മാതാപിതാക്കളുടെ കോപം അള്ളാഹുവിന്റെ കോപത്തിന് തുല്യമാണെന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളൊക്കെ നമ്മൾ കേട്ടവരും അറിഞ്ഞവരുമാണല്ലോ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുടുംബ ബന്ധം മുറിയുന്ന ഒരു പ്രശ്നവും എന്റെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ നാലാമതായിക്കൊണ്ട് പിണക്കങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടായിരിക്കണം റമദാനിലേക്ക് കയറേണ്ടത്. പിണക്കങ്ങൾ വല്ലാത്ത ഒരു ഫിത്നയാണ്. രണ്ടാളുകൾ തമ്മിൽ അകറ്റുന്നത് പിശാചിന് വലിയ ഇഷ്ടമാണ്. അത് കുടുംബമായാലും ശരി, സുഹൃത്ത് ബന്ധമായാലും ശരി, രണ്ട് ആളുകൾ തമ്മിൽ അകറ്റുക, കുടുംബങ്ങൾ തമ്മിൽ അകറ്റുക എന്നുള്ളത് പിശാചിന് വലിയ ഇഷ്ടമുള്ള പണിയാണ്. അതുവഴി നമ്മളുടെ അമലുകൾ മുഴുവൻ നിഷ്ഫലമായി പോകാൻ സാധ്യതയുണ്ട്. ചിന്തിക്കണം. തമ്മിൽ കണ്ണുകൾ പോലും, കണ്ണ് തമ്മിൽ പിന്നെ കാണാൻ പോലും അവസരം കൊടുക്കില്ല, തിരിഞ്ഞു കളയുക. സലാം പറഞ്ഞ സലാം മടക്കൂല. അത്തരത്തിലുള്ള സന്ദർശനങ്ങളൊക്കെ നമ്മൾ നിർത്തിവെക്കും. യാതൊരു ബന്ധവുമില്ലാതെ തന്റെ സഹോദരനുമായി അകന്നു കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് കൊടുത്തു, 3 ദിവസത്തിൽ കൂടുതൽ മിണ്ടായിരിക്കരുത്. പിണക്കമൊക്കെ 3 ദിവസം മാക്സിമം. അങ്ങനെ പിണങ്ങുന്നത് പോലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും പിണങ്ങിപ്പോയെങ്കിൽ അതിനപ്പുറം അതിൽ തീരുമാനമുണ്ടാക്കണം. തന്റെ സഹോദരനുമായി 3 ദിവസത്തിൽ പിണങ്ങി നിൽക്കുന്ന ഒരാൾക്ക് അനുവദനീയമല്ല. കാരണം അവന്റെ ഇബാദത്ത് സ്വീകരിക്കൂല, അത്രേ ഉള്ളൂ. മനസ്സിൽ വിദ്വേഷം വെച്ച് പുലർത്തുന്നവന്റെ ഇബാദത്ത് സ്വീകരിക്കൂല. എന്തിനാ നിസ്കരിക്കുന്നത്, എന്തിനാ നോമ്പെടുക്കുന്നത്, എന്തിനാ ഖുർആൻ പാരായണം ചെയ്യുന്നത്, എന്തിനാ സ്വതക്ക ചെയ്യുന്നത്, സൽക്കർമ്മം ചെയ്യുന്നത്? അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി. ആ സ്വീകരിക്കാനുള്ള വഴി ശരിയാക്കാതെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് എന്താണ് പ്രിയപ്പെട്ടവരെ കാര്യം? അതുകൊണ്ട് ഒരൊറ്റ വ്യക്തിയുമായും ആ രൂപത്തിലുള്ള പിണക്കം നമുക്ക് പാടില്ല. അതൊക്കെ ദുനിയാവിൽ പരിഹരിച്ച് എപ്പോഴേ തീരുമാനമാക്കി നമ്മളുടെ പരലോകത്തേക്കുള്ള റൂട്ട് ശരിയാക്കേണ്ട വിഷയമാണ് അതൊക്കെ. അത്തരം വിഷയങ്ങളിൽ നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് തന്നെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് പകയും അസൂയയും ഒക്കെ ആ വിഷയത്തിൽ നമ്മൾ മാറ്റിവെക്കുക. അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മകൾക്ക് കൂടുതൽ സമയം നമ്മൾ കണ്ടെത്തണം. തിരക്കുകൾ ഒരു സമയം ചില ആളുകൾക്ക് റമദാൻ എന്ത് ചെയ്യും, തിരക്കുകൾ കാരണം നന്മകൾ ചെയ്യാൻ കഴിയാതെ ആ റമദാൻ അങ്ങനെ കഴിഞ്ഞു പോകുന്ന അവസ്ഥ പലർക്കും ഉണ്ട്. തിരക്കാണ്. റമദാനാവുമ്പോൾ ചിലപ്പോൾ അവർ പ്രവർത്തിക്കുന്ന മേഖലയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ തിരക്ക് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ തിരക്ക് കൂടാനുള്ള സാധ്യതയുള്ള സമയത്ത് നമ്മൾ എങ്ങനെ ഈ റമദാനെയും കൂടി ഉപയോഗപ്പെടുത്തുമെന്നുള്ള കൃത്യമായ ഒരു പ്ലാനിങ് ആ വിഷയത്തിൽ നമുക്കുണ്ടാകണം. മനഃപൂർവ്വം അവർ സമയം കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു റമദാനും കൂടി അങ്ങനെ കഴിഞ്ഞു പോയി എന്ന് പറയാം. എല്ലാ വർഷവും കഴിഞ്ഞു പോകുന്നത് പോലെ ഒരു റമദാനും കൂടി കഴിഞ്ഞു പോയി എന്ന് പറയാം. അതല്ലാതെ എന്ത് നേടി എന്ന് ചോദിച്ചാൽ കൈമലർത്തേണ്ട അവസ്ഥ നമുക്കുണ്ടാവരുത്. അതിനാണ് നേരത്തെ ആ വിഷയത്തിൽ ഒരു സമയ ക്രമീകരണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത്. റമദാൻ 1 മുതൽ 30 വരെ എന്താണ് എന്റെ ജോലി എന്നും ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എന്റെ അധ്വാനം എന്താണെന്നും എത്ര മണി മുതൽ എത്ര മണി വരെയാണെന്നും അതിനിടയിലുള്ള സമയം എത്രയാണെന്നും ഒക്കെ അറിയാവുന്നവർ ഇവിടെ ഇരിക്കുന്ന അവരവരാണ്. നിങ്ങളുടെ സമയം എനിക്കും അറിയില്ല, എന്റെ സമയം നിങ്ങൾക്കും അറിയില്ല. അവരവർക്കറിയാം. അത് വെച്ചൊന്ന് പ്ലാൻ ചെയ്യണം. ഇത്ര സമയത്ത് എനിക്ക് ഒഴിവ് സമയമുണ്ട്, ഇത്ര ആയത്തുകൾ, ഇത്ര ജ്യൂസ് എനിക്ക് ഓതാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് സ്വതക്കം കൊടുക്കേണ്ടതുണ്ട്, അതിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ ഒരു ലിസ്റ്റിംഗ് നടത്തി ഒഴിവ് സമയത്തെ ഉപയോഗപ്പെടുത്തണം. കാരണം 2 അശ്രദ്ധമായ മനുഷ്യൻ പിന്നെ വഞ്ചിതരായി പോകുന്ന 2 അനുഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് നമുക്ക് കാണാം. ആരോഗ്യവും ഒഴിവ് സമയമാണെന്നുള്ളതിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു കൃത്യമായ ധാരണ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സമയം നമുക്ക് നഷ്ടപ്പെടും. അതുപോലെയാണ് മറ്റൊന്ന് ചാറ്റ് റൂമുകളിൽ ഇരിക്കുക.
ഓൺലൈൻ ചാറ്റ് റൂമുകളിൽ, പിന്നെ വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും ഒക്കെ ഇരുന്ന് അതിലിങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകൾ പോകുന്നത് നമ്മൾ ചിലപ്പോൾ അറിയില്ല. ചില ആളുകൾ മണിക്കൂറുകൾ തള്ളി നീക്കാൻ വേണ്ടി അങ്ങനെ ഒരു മാർഗം സ്വീകരിക്കുന്നവരുണ്ട്. അത് ശരിയാണോ? അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പരമാവധി നമ്മൾ ഒഴിവാക്കണം. നെറ്റിന്റെ ഉപയോഗം അത് അനുവദനീയമായ മാർഗത്തിലും അതുപോലെ തന്നെ അത്യാവശ്യമായ കാര്യങ്ങളിലും ഒതുക്കണം. പ്രത്യേകിച്ചും റമദാൻ ക്ലാസുകൾ കേൾക്കാൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ നന്മകൾ എന്താണോ നമുക്ക് കേൾക്കാൻ പറ്റുക, അത്തരത്തിൽ നന്മകൾ കേൾക്കാനും അതുമായി ബന്ധപ്പെട്ട ലേഖനങ്ങളൊക്കെ വായിക്കാനും വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെയുള്ള ഒരു ചാർട്ട് നമ്മൾ തയ്യാറാക്കണം. സമയം വിനിയോഗിക്കാനുള്ള ചാർട്ട് നമ്മൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ സമയത്തെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നഷ്ടപ്പെടുത്താൻ പാടില്ല. സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല. പ്രത്യേകിച്ചും സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. വ്യത്യസ്തമായ പലഹാരങ്ങളുടെയും ആഹാരങ്ങളുടെയും ചാർട്ട് ഉണ്ടാക്കി അത് ഓരോ ദിവസവും ഇങ്ങനെ ഉണ്ടാക്കി അതിനുവേണ്ടി മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തുന്നതല്ല വേണ്ടത്. ഭർത്താക്കന്മാരും കൂടി സഹായത്തോടു കൂടി എങ്ങനെ ലളിതമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കുറഞ്ഞ സമയം ആ ഭക്ഷണത്തിന് വേണ്ടി എങ്ങനെ ചെലവഴിക്കാമെന്ന് കണ്ടെത്തിയിട്ട് അങ്ങനെ ഒരു പ്ലാനിംഗ് ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള സമയം ആരാധനകൾക്ക് വേണ്ടി നിർവഹിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഭർത്താക്കന്മാർ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഭാര്യമാർക്ക് കൂടി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഭാര്യയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ രൂപത്തിലുള്ള ഒരു ആരാധനയിൽ എങ്ങനെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഡ്രസ്സ് എടുക്കാനുള്ളവരൊക്കെ എപ്പോഴേ പോയി എടുക്കാമല്ലോ. പെരുന്നാളിന്റെ ഡ്രസ്സ് ഒരു മാസം മുമ്പ് എടുത്തെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. ഡ്രസ്സ് എടുക്കാനുള്ളവരൊക്കെ എപ്പോഴേ പോയി എടുത്താൽ അവസാനത്തെ 10 നമുക്ക് അത്രയും ഉപയോഗപ്പെടും. ഇങ്ങനെ ഓരോന്നും പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ പ്രിയമുള്ളവരെ നമുക്ക് റമദാനിനെ ഏറ്റവും നല്ല ക്രിയേറ്റീവായി കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ആ രൂപത്തിൽ നന്മകൾ പരമാവധി ചെയ്യാനും ആ രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും അങ്ങനെ ഒരു പ്ലാനിംഗ് ഉണ്ടാക്കി തന്നെ മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അൻബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, റമദാനിനെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ചില മേഖലകളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ അത് ഉണ്ടാകണം. വരും ദിനങ്ങളിൽ അത് കൃത്യമായി പാലിക്കുകയും ചെയ്യണം. നോമ്പ് എടുത്തു വീട്ടാനുള്ളവർ അത് പൂർത്തിയാക്കുന്ന വിഷയം, കുടുംബബന്ധം ചേർക്കുന്ന വിഷയം, പിണക്കങ്ങൾ ഒഴിവാക്കി ഇണക്കത്തോടുകൂടി മുന്നോട്ട് പോകുന്ന വിഷയം, ആ രൂപത്തിൽ നല്ല നിയത്തുകളുമായി നല്ല പ്ലാനിങ്ങുകളുമായി കൃത്യമായ ഒരു പ്ലാൻ വരച്ചുണ്ടാക്കി സമയത്തെ ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. മറ്റൊന്ന്, നമ്മുടെ ബഡ്ജറ്റ്, റമദാനിൽ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് നല്ലതാണ്. അതിൽ ഏതെല്ലാം മേഖലകളിൽ നമുക്ക് ദാനധർമ്മം നടത്താൻ പറ്റും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാകണം. നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്, കുട്ടികൾ പഠിക്കുന്ന ഇൽമു പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. 24 മണിക്കൂറും ദഅ്വാ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മളുടെ പള്ളികളുണ്ട്. ഇപ്പോൾ തന്നെ ഈ പള്ളിയുടെ മെയിൻ്റെനൻസ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനും ഒരു സാമ്പത്തിക ബാധ്യതയുണ്ട്. സഹായിച്ചവരുണ്ട്, സഹായിക്കാൻ കഴിയുന്നവർ അത് സഹായിക്കുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ റമദാൻ ആയിക്കഴിഞ്ഞാൽ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പാവങ്ങൾക്ക് റമദാൻ കിറ്റ് വിതരണം ചെയ്യുന്ന പ്രോഗ്രാമുണ്ട്. പാവപ്പെട്ട കുട്ടികൾക്ക് പെരുന്നാളിന് ഉടുപ്പ് വാങ്ങുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരല്പം സാമ്പത്തികം സഹായം കളക്ട് ചെയ്ത് കുട്ടികൾക്ക് അത് മേടിച്ചു കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. പെരുന്നാൾ ദിവസം ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർക്ക് അന്നത്തെ ദിവസം ഒരു പ്രത്യേക ഭക്ഷണ കിറ്റ്, പെരുന്നാൾ ഭക്ഷണ കിറ്റ് കൊടുക്കുന്ന പരിപാടികളുണ്ട്. ഇതിനെല്ലാം ഒരു പ്ലാനിങ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾക്ക് ഞാൻ ഇന്ന വെച്ച് എന്റെ വരുമാനം എത്രയാണ്, ഇത്രയും ഞാൻ കൊടുക്കാം, ഇന്നത് വെച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് എത്ര കുറഞ്ഞതാണെങ്കിലും അത് ഡിവൈഡ് ചെയ്ത് നമ്മൾ അത് കൊടുക്കുമ്പോൾ എല്ലാ മേഖലകളിലുള്ള നന്മയിലും നമ്മൾ എന്ത് ചെയ്യും, പങ്കാളികളാകും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സക്കാത്ത്, അത് കൃത്യമായിട്ട് ചില മിക്കവാറും ആളുകൾ റമദാനിലാണ് കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് അവരെന്ത് ചെയ്യണം, കണക്ക് കൂട്ടി അതിന്റെ വിഹിതം അർഹരായ ആളുകൾക്ക് എത്തിക്കണം. അത് സംഘടിതമായ സംവിധാനത്തിൽ നടത്തുന്നത് ഹൈറായ ഒരു കാര്യമാണ്. അത്തരത്തിൽ എല്ലാ രൂപത്തിലും സംഘടിതമാണല്ലോ ഇസ്ലാമിൽ. നമസ്കാരമായാലും നോമ്പായാലും സക്കാത്തായാലും എല്ലാം ഹജ്ജായാലും ഒക്കെ സംഘടിതമായ പ്രവർത്തനങ്ങളാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ സംഘടിതമായി ഒരു പ്രദേശത്തുള്ള പാവങ്ങളെ കണ്ടെത്തി അർഹരായവർക്ക് നൽകുന്ന ആ സിസ്റ്റത്തിൽ നമ്മൾ ഉണ്ടാകണം. അത് പ്രത്യേകമായിട്ട് ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കണം. ഒപ്പം കുടുംബത്തെ നമ്മൾ റമദാനിന് വേണ്ടി തയ്യാറെടുപ്പിക്കണം.
കുടുംബത്തെ മുഴുവൻ അതിൽ ഉൾക്കൊള്ളിപ്പിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുടുംബ നാഥന്മാരാണ്. അതുപോലെ ഖുർആൻ പാരായണം ഓരോ ദിവസവും ഇത്ര വെച്ച് പൂർത്തിയാക്കുക എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാകണം. ഖുർആനും റമദാനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നമുക്കറിയാവുന്നതാണ്. ഖുർആനും റമദാനും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു പ്ലാൻ ഖുർആൻ പാരായണത്തിൽ നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യണം? തയ്യാറാക്കണം. പരമാവധി ഏറ്റവും കുറഞ്ഞത് ഒരു ഖത്തം നമ്മൾ പൂർത്തിയാക്കണം. ഖുർആൻ ഒരു തവണ പരിപൂർണമായും ഞാൻ ഓതിയിരിക്കുമെന്ന് തീരുമാനിച്ചിരിക്കണം. അത് അതിനപ്പുറത്തേക്ക് പോകുന്നത് ഏറ്റവും ഉത്തമമാണ്. അത് 2 വട്ടമോ 3 വട്ടമോ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആക്കാൻ പറ്റും. ഓരോരുത്തരും തീരുമാനിക്കുന്ന അവരുടെ സമയവും ശേഷിയും അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ ഒരു ദിവസം നമ്മൾ ഒരു ജുസ് തീർക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഒരു മാസമാകുമ്പോൾ എന്ത് ചെയ്യും, നമുക്കത് പൂർത്തിയാക്കാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം തന്നെ 5 വഖ്ത് നമസ്കാരങ്ങളുടെ ഇടയിൽ തന്നെ 4 പേജ് വെച്ച് ഓതിയാൽ മതി. 4 പേജ് വെച്ച് ഓതിയാൽ ഒരു ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും 20 പേജാവും. 20 പേജ് ഒരു ജുസ് ആണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ലളിതവൽക്കരിച്ച് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ഒരു പ്ലാനാക്കി ചാർട്ടാക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഖുർആൻ പാരായണം അറിയാത്തവർ പഠിക്കുവാനുള്ള പരിശ്രമം നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ള പഠന സംവിധാനങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ ഖുർആൻ വിജ്ഞാന പരീക്ഷ റമദാനിൽ നടക്കുന്നതാണ്. സ്റ്റുഡൻസ് നടത്തുന്ന പരീക്ഷയാണ്. ആ ഖുർആൻ വിജ്ഞാന പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, നമുക്ക് തയ്യാറെടുക്കാം. അതൊരു ഖുർആൻ പഠനമാണ്, അതൊരു പുണ്യമുള്ള കാര്യമാണ്. പിന്നെ QHL സംവിധാനങ്ങൾ മുടങ്ങാതെ കേൾക്കുകയും അതിൽ പങ്കാളികളാവുകയും ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, റമദാൻ എനിക്ക് കഴിഞ്ഞ വർഷത്തെ പോലല്ല ഈ വർഷം ഉപയോഗപ്പെടുത്താൻ പറ്റിയെന്ന് നമുക്ക് സാധിക്കും. എല്ലാത്തിനും ഒരു ബഡ്ജറ്റും ഒരു പ്ലാനിങ്ങുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. ആ രൂപത്തിൽ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരങ്ങളും ഞാനടക്കം നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കൂടുതൽ നന്മയിൽ മുന്നേറാൻ, പ്രത്യേകിച്ചും പരിശുദ്ധ റമദാൻ അതിനെ പരിപൂർണമായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധമായ രൂപത്തിൽ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ശുദ്ധീകരിച്ച് ഈ റമദാനിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനേ. പല സഹോദരങ്ങളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ ബ്ലോക്ക് വന്ന് ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്. അദ്ദേഹത്തിന് ദുആ ചെയ്യുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരന്റെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുത്ത് പൂർണ്ണ ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കുറേയേറെ സഹോദരങ്ങൾ ഇതുപോലെ പ്രയാസമുണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നവരുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും എല്ലാവിധത്തിലുമുള്ള ശിഫ, സൗഖ്യവും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുമാറാകട്ടെ. നമ്മളുടെ പാപങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഖുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.